ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പറയാണ്. അതിനോടൊപ്പം നന്ദി പറയാണ്. എന്തിനാണ് ഇപ്പോൾ ഒരു നന്ദി വാക്ക് എന്ന് ചോദിച്ചാൽ 2 ദിവസങ്ങൾക്ക് മുമ്പേ അരുണിൻ്റെ ജന്മദിനമായിരുന്നു. അപ്പം ഞാൻ സ്റ്റാറ്റസും സ്റ്റോറിയും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്തു. ഞാൻ ഇതുവരെ ഇപ്പം പലരുടേതും ആ വിഷ് ചെയ്തത് ഇതുവരെ തുറന്നു നോക്കിയിട്ട് പോലില്ല. നമ്മൾക്ക് മുകളിൽ കാണാമല്ലോ ഹാപ്പി ബർത്ത്ഡേതോ ബർത്ത്ഡേ ബോയ് ഡേ 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 ഇന്ത പക്കം പാറ്. അപ്പം അവർക്ക് ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരുടേതും ഇവനോട് പറയാൻ തന്നെ എന്നോട് വിട്ടുപോയിട്ടുണ്ട്. കാരണം അവനും തിരക്കിലാണ്, ഞാനും തിരക്കിലാണ്. അപ്പം ബർത്ത്ഡേ വിഷ് ചെയ്തവരോട് എന്താണ് ചേട്ടായിക്ക് പറയാനുള്ളത്? ചേട്ടായി ബർത്ത്ഡേ വിഷ് ചെയ്തവരോട് കുറച്ച് സദ്ദമ്മ പേസണ്ണാച്ചി. ബർത്ത്ഡേ വിഷ് ചെയ്തവരോടും പിന്നെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നവരോടും ഒരുപാട് ഒരുപാട് നന്ദി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. പിന്നെ ആരൊക്കെയാണ് വിഷ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. വിഷ് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഇവൻ്റെ നമ്പർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ പുട്ടിന് തേങ്ങ ഇടും പോലെ എന്ന് പറഞ്ഞതിൻ്റെ അതിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ആരൊക്കെയോ ഇവന് കയറി വിഷ് ചെയ്തിട്ടുണ്ട്. ആരെന്നുള്ളത് ഇവനോ എനിക്കോ പരിചയമില്ലാത്ത ആൾക്കാർ. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് എനിമീസ് മാത്രമാണുള്ളത് എന്നാണ്. സത്യം. അത് ഞാൻ എന്തായാലും കുറേ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കുമായി പോയി. അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടി താങ്ക് യു സോ മച്ച്. സാറ് ഭയങ്കര ബിസിയാണ്. സംസാരിക്കാനിരിക്കാനല്ല, എന്താ പറയുക, നിൽക്കാനിരിക്കാനല്ല, അമ്മാതിരി ചൂടാണ്, സഹിക്കുന്നില്ല. എ സി ഇട്ടിരുന്നോ? അത് പറ്റൂലല്ലോ, കറണ്ട് ബില്ല് കൂടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അവൻ്റെ നമ്പറും എൻ്റെ നമ്പറും പബ്ലിക് ആയതുകൊണ്ട് അവൻ ഒരുപാട് ആൾക്കാർ ഇന്നലെ അങ്ങോട്ട് ചോദിക്കുന്നിട്ടേക്ക് ഇത് ആരുടെ നമ്പർ, ആരുടേതെന്ന് എനിക്കോ അവനോ പിടുത്തല്ല. അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നോലും പോകുന്നോലും ഒക്കെ നമ്മളെ വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ തിരക്കും അവൻ്റെ തിരക്കും എല്ലാം കൂടിയായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഞാനിപ്പോഴും ഒരുപാട് ആൾക്കാരുടെ ചാറ്റ് തുറന്നു വെക്കാനുണ്ട് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഇവൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ 23 12 മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്തതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഇന്നും കൂടി എന്ന് പറഞ്ഞതിൻ്റെ അതിൽ മെസ്സേജ് വന്നിട്ട് എനിക്കത് നോക്കാൻ നേരം കിട്ടുന്നില്ല. കാരണം നമ്മൾ മൊബൈലിൽ കളിക്കുക വെച്ചാൽ ഒരു നല്ലൊരു സമയം നമ്മൾ മൊബൈലിന് വേണ്ടിയിട്ട് മാത്രം ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ അതും കൂടി എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് അവിടെ വെച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരോടും ഒരു താങ്ക്സ് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതൊക്കെ തുറക്കാതിരുന്നാൽ നമ്മുടെ ഫോണിൽ തന്നെയാണ് പ്രശ്നം. അപ്പം മക്കൾ വരുന്ന സമയത്ത് അവരെ കുത്തിരിഞ്ഞിച്ച് ഓപ്പണാക്കി വെക്ക് പറഞ്ഞാൽ മോനാണ് ഇത് ഓരോന്ന് ഓപ്പണാക്കിയിട്ട് എന്തെങ്കിലും എമർജൻസി മെസ്സേജ് ആണെങ്കിൽ അവൻ തന്നെ മറുപടി കൊടുക്കും. അല്ലാത്ത ഈ ഹാപ്പി ബർത്ത്ഡേ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് ഇതൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടുന്നതുമാണ് കേട്ടോ. ഉള്ളത് പറയുന്നതിനെന്താ, നിങ്ങളിൽ പലരും വിചാരിക്കും ഇവക്ക് ഡെയിലി ഞാൻ ഗുഡ് മോർണിംഗ് അയക്കാറുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഇവൾ എനിക്ക് തിരിച്ച് മറുപടി ഒന്നും തരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് കാരണം. നിങ്ങൾ ഒരാൾക്കായിരിക്കും ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്, പക്ഷേ ഞാനെന്ന് പറയുന്നത് ഒരു 10 ആക്കോ 20 ആക്കോ 100 ആക്കോ തിരിച്ചയച്ചാൽ പോയാൽ. അപ്പം നമ്മുടെ ഒരു സമയത്തിൻ്റെ നല്ലൊരു ഭാഗമാണ് അതിൽ ചിലവഴിക്കുക. അപ്പം വെറുതെ എന്തിനാ ഡേ അവിടെ കുത്തിന് എൻ്റെ കൂടെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാഞ്ഞിട്ട് തന്നെ കമൻ്റ് ഇട്ടോളൂ. താല്പര്യമില്ലാഞ്ഞിട്ട് തന്നെയാണ് അവൻ വീഡിയോയിൽ വരാത്തത്. അപ്പോൾ അതിനവന് പറ്റില്ല. അവനവിടെ കുത്തുന്ന മൊബൈലിൽ എന്തോ ആരുടെയോ ചാറ്റ് നോക്കുകയാണ്. അപ്പം ഇതിൻ്റെ താഴെ കറക്റ്റായിട്ട് കമൻ്റ് ഇട്ടോളൂ, താല്പര്യമില്ലാഞ്ഞിട്ടാണ്. അരുണേട്ടന് വീഡിയോക്ക് നിൽക്കാൻ താല്പര്യമില്ല അനിറ്റാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇടുന്ന പോലെ
ഒരു സൈഡിലേക്ക് മാറ്റി. ഈ 2-3 ഘട്ടങ്ങളിലായിട്ട് മെസ്സേജിന് മറുപടി തരാനുള്ള വീഡിയോക്ക് മറുപടി തരാനുള്ളൊരു സംവിധാനവും കൂടി നമുക്ക് ഇവന്മാരൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നേ. അത് മാത്രം എടുത്ത് നോക്കുമായിരുന്നു. എന്തല്ലേ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ബർത്ത്ഡേൻ്റെ വിഷിൻ്റെ താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് പറയാണ്. അറിയുന്നവരും അറിയാത്തവരും പരിചയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് എനിമീസാണ് കൂടുതലുള്ളത് എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ആഴ്ചേൻ്റെ എന്താ പറയുക, ഒരു 10% ആൾക്കാരാണ് നമ്മളെ വിഷ് ചെയ്തെങ്കിൽ അത് 100% ആൾക്കാർ എനിമീസായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും 10% ആൾക്കാർ നമ്മളെ വിഷ് ചെയ്തില്ല. അതന്നെ ഭയങ്കര കാര്യം. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച് പറയാണ്. ഓരോരുത്തരോടായിട്ട് പറയാത്തതിൻ്റെ കാരണം അതാണ്. നമുക്ക് നല്ലൊരു സമയം ഈ മൊബൈലിൽ പോവും. പിന്നെ എന്ന് വെച്ചാൽ സ്ക്രീൻ ഞാൻ മാക്സിമം കുറയ്ക്കുന്നതാണ്. അപ്പോൾ അതിനൊരു പ്രശ്നം പറ്റും. അത് പിന്നെ മൈഗ്രെയിനൊരു വിഷയമാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും താങ്ക് യു സോ മച്ച് പറഞ്ഞിട്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.